ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇവിടെ നിങ്ങൾ ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഈസിലി നമുക്ക് ഇതിനെ സമ്മറൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, ഒരു ചെറുകഥയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ലയം ഓഫ് ലഹർട്ടി എന്ന് പറഞ്ഞുള്ള ഒരു ഐറിഷ് നോവലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. ഇനി ഈ കഥയിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് കഥയുടെ സെറ്റിംഗ് ആണ്. കഥ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത്. കഥ നടക്കുന്നത് ഇൻ എ ഹൈ ക്ലിഫ് ബൈ ദ സീ. കടലിനോട് അടുത്ത് കിടക്കുന്ന ഒരു ക്ലിഫിലാണ്, അല്ലെങ്കിൽ കുറെ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ, നല്ല ഹൈറ്റിലുള്ള കുറച്ച് പാറക്കൂട്ടങ്ങളുടെ ഇടയിലാണ് നമുക്ക് ഈ ഒരു കഥ സംഭവിക്കുന്നതെന്ന് പറയാം. അവിടെ നിങ്ങൾക്ക് ഒരു യങ് സീഗളിനെ കാണാൻ വേണ്ടി പറ്റും, ഒരു കടൽക്കാക്കയെ കാണാൻ വേണ്ടി പറ്റും. പുള്ളിക്കാരൻ ഈസ് അലോൺ ഓൺ എ ലെഡ്ജ്. ലെഡ്ജ് എന്ന് വെച്ചാലില്ലേ, ഈ പാറക്കൂട്ടങ്ങളുടെ ആ ഒരു ടിപ്പിനെയാണ് നമ്മൾ ലെഡ്ജ് എന്ന് പറയുന്നത്. നല്ല ഹൈറ്റിലായിരിക്കും. അവിടെ നിങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു യങ് സീഗളിനെ, ഒരു കടൽക്കാക്കയെ കാണാൻ വേണ്ടി പറ്റും. തൊട്ടപ്പുറമുള്ള ലെഡ്ജിലാണെങ്കിലോ പുള്ളിക്കാരന്റെ ഫാമിലി ഉണ്ട്. ഹിസ് ഫാമിലി ഈസ് ഓൺ അനദർ ക്ലിഫ് നിയർ ബൈ. അപ്പുറത്തെ ക്ലിഫില് പുള്ളിക്കാരന്റെ ഫാമിലി ഉണ്ട്. ഇനി ഈ കഥ എന്തിനെ കുറിച്ചിട്ടാണെന്ന് ചോദിച്ചാലല്ലേ, എ സ്റ്റോറി ഓഫ് ഫിയർ, കറേജ് ആൻഡ് ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും? ഫിയർ ഉണ്ടാവും. ആ പേടിയെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ കറേജ് സംഭരിക്കുന്നതിന്, അല്ലെങ്കിൽ ടു ഗ്യാദർ കറേജ്, അല്ലെങ്കിൽ ധൈര്യം സംഭരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ കഥ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ദ യങ് സീഗൾ ഈസ് അഫ്രേഡ് ടു ഫ്ലൈ അൺലൈക്ക് ഹിസ് സിബ്ലിങ്സ് ഹു ഹാവ് ഓൾറെഡി ഡൺ ഇറ്റ്. നമ്മുടെ കഥയിലുള്ള മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു യങ് സീഗളാണ്, ഒരു കടൽക്കാക്കയാണ്. പുള്ളിക്കാരന്റെ പ്രശ്നം എന്ന് പറയുന്നത് പറക്കാനുള്ള പേടിയാണ്. സിബ്ലിങ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സിബ്ലിങ്സ് ഒക്കെ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് ഓൾറെഡി ഡൺ ഇറ്റ്, ദേ ഹാവ് ഓൾറെഡി ലേൺ ടു ഫ്ലൈ. അവരൊക്കെ ഓൾറെഡി പറക്കാൻ പഠിച്ചിട്ടുണ്ട്. കഥയിലുള്ള മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ യങ് സീകളുടെ ഒരു പേടിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഹി ട്രൈസ് ടു ഫ്ലൈ ബട്ട് ഗെറ്റ്സ് സ്കേർഡ് ബൈ ദ സീ ബിലോ. താഴെ ഇങ്ങനെ പരന്നു കിടക്കുന്ന കടല് കണ്ടിട്ടില്ലേ, പുള്ളിക്കാരന്റെ ഉള്ളിൽ വല്ലാത്തൊരു പേടി വരാൻ തുടങ്ങി. ഹിസ് പാരന്റ്സ് സ്കോൾഡ് ഹിം ആൻഡ് റെഫ്യൂസ് ടു ഫീഡ് ഹിം. അവനെ വഴക്ക് പറഞ്ഞു നോക്കി. അവനെ സ്കോൾഡ് ചെയ്യാന്ന് വെച്ചാൽ വഴക്ക് പറയുന്നതിനാണ്. അവനെ ത്രെട്ടൻ ചെയ്ത് നോക്കി, അവനെ ഭീഷണിപ്പെടുത്തി നോക്കി, അവന് ഭക്ഷണം കൊടുക്കാതെ നോക്കി. റെഫ്യൂസ് ടു ഫീഡ് എന്ന് വെച്ചാൽ എന്താ, അവന് ഭക്ഷണം കൊടുക്കാതിരുന്ന് നോക്കി. പക്ഷെ ഒരു തരത്തിലും അവന് ഒരു കുലുക്കം ഉണ്ടായില്ല. അവൻ ആ ഒരു പേടിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ അവനെ കൊണ്ടൊട്ടും പറ്റിയില്ല. സ്റ്റിൽ ഹി കനോട്ട് ഗ്യാദർ ദ കറേജ് ടു ഫ്ലൈ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവരൊട്ടും ഭക്ഷണം കൊടുത്തിട്ടില്ല. ഇവന് ഇതുവരെയായിട്ട് ആ ധൈര്യം സംഭരിച്ചിട്ടില്ല. ഇവന് നല്ല വിശപ്പുണ്ട്, അലോൺ ആണ്, ഒറ്റക്കാണ്. എന്നിട്ടും ഇതുവരെയായിട്ട് അവന് ഹി കുഡന്റ് ഗ്യാദർ ദ കറേജ് ടു ഫ്ലൈ. അവന് പറക്കാനുള്ള ആ ഒരു ധൈര്യം സംഭരിക്കാൻ ഇതുവരെയായിട്ട് പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെയായിട്ട് ഒരു കുലുക്കുമില്ല. ഇപ്പോഴവൻ അലോൺ ആണ്, ഹംഗ്രി ആണ്, വിശന്നിരിക്കുകയാണ്, ഒറ്റയ്ക്കിരിക്കുകയാണ്. നോ ഫുഡ് സിൻസ് ദ പ്രീവിയസ് ഡേ. കഴിഞ്ഞൊരു 24 മണിക്കൂറായിട്ട് ഇതുവരെയായിട്ട് ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല എന്നാണ് കഥയിൽ പറയുന്നത്. വാച്ചസ് ഹിസ് ഫാമിലി ഫ്ലൈ ആൻഡ് ക്യാച്ച് ഫിഷ്. അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അപ്പുറത്തെ ലെഡ്ജിൽ ആരുണ്ട്? പുള്ളിക്കാരന്റെ ഫാമിലി ഉണ്ട്. അവരിങ്ങനെ ജില്ലായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അവർ മീനൊക്കെ പിടിച്ച് അവരൊക്കെ പറക്കാനൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അവന്റെ സിബ്ലിങ്സ് ഒക്കെ ഓൾറെഡി പറക്കാൻ പഠിച്ചിട്ടുണ്ട്. അവർ അടിപൊളിയായിട്ട് ഇങ്ങനെ പോവാ. ഇവനതിങ്ങനെ നോക്കിയിരിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഇവനായിട്ടൊന്നും ചെയ്യുന്നില്ല. ടു ഹംഗ്രി ബട്ട് സ്റ്റക്ക് ഓൺ ദ ലെഡ്ജ്. വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്. 24 മണിക്കൂറായിട്ട് ഒറ്റക്കാണ്, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ഹി ഫീൽസ് ഓർ ഹീസ് ട്രാപ്ഡ് ഓർ ഹീ സ്റ്റക്ക് ഓൺ ദ ലെഡ്ജ്. ആ ലെഡ്ജിനകത്ത് അവൻ അങ്ങനെ സ്റ്റക്ക് ആയി പോയ പോലെ, ട്രാപ്ഡ് ആയ പോലെ അവന് തോന്നുക, സ്വയം തോന്നുക. അവിടെ സ്റ്റക്ക് ആണെന്നുള്ളത് അവന്റെ തോന്നൽ മാത്രം. അവൻ പറഞ്ഞെങ്കിൽ മാത്രമേ അപ്പുറത്തെത്താൻ വേണ്ടി പറ്റുള്ളൂ. നോ എസ്കേപ്പ് വിത്തൗട്ട് ഫ്ലൈങ്. പറക്കാതെ ഇനി ഒരു രക്ഷയില്ല, വേറെ ഒരു മാർഗ്ഗമില്ല. കാരണം എന്താ, നിങ്ങൾ കണ്ടില്ലേ, അവന്റെ പാരന്റ്സ് ഇരിക്കുന്ന ആ ഒരു ലെഡ്ജിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ക്ലിഫിലേക്ക് എത്താനില്ലേ, അവിടെ അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പറക്കാന്നല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിലും പാരന്റ്സിന്റെ അടുത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിലും അവന് പറഞ്ഞേ പറ്റുള്ളൂ. നോ എസ്കേപ്പ് വിത്തൗട്ട് ഫ്ലൈങ്. ഇനി അവന്റെ അമ്മ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കഥയിലുള്ള ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. എ ടെംപ്റ്റേഷൻ ആൻഡ് ട്രിഗർ. ഹിസ് മദർ ബ്രിങ്സ് ഫിഷ് ബട്ട് സ്റ്റേസ് ജസ്റ്റ് ഔട്ട് ഓഫ് റീച്ച്. അവന്റെ അമ്മ എന്ത് ചെയ്തു എന്നറിയോ? ഒരു കഷ്ണം മീൻ എടുത്തുകൊണ്ട് അവന്റെ അടുത്തേക്ക് അങ്ങോട്ട് പറന്നുപോയി. അമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് റീച്ച്, അതായത് അവന് പിടിച്ചാൽ കിട്ടാത്ത ഒരു ഗ്യാപ്പിൽ വിട്ടിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അവനും അമ്മയും തമ്മിൽ വിട്ടിട്ട് ആ ഒരു ഗ്യാപ്പിലാണ് അമ്മ വന്ന് നിന്നത്. അപ്പൊ അവൻ എന്ത് ചെയ്തു? അവൻ ആ ഒരു ആക്രാന്തത്തിൽ എടുത്തു ചാടി. ഡ്രിവൻ ബൈ ഹങ്കർ ഹി ജംപ്സ് ടു ഗെറ്റ് ഇറ്റ്. അവൻ ആ ഒരു മീന് കിട്ടാൻ വേണ്ടിയിട്ട് എയറിലേക്ക് എടുത്തു ചാടി. സ്വാഭാവികമായിട്ടും പറക്കാൻ അറിയാത്ത ഒരാളെ എയറിലേക്ക് എടുത്തു ചാടിയാൽ എന്ത് സംഭവിക്കും? ഹി ഫോൾസ്. അവൻ താഴേക്ക് വീണു. ടെറിഫൈഡ്, പേടിച്ചുകൊണ്ട് വല്ലാത്തൊരു ഭയത്തിലാണ് അവൻ താഴേക്ക് പോകുന്നത്. ദെൻ ഫീൽസ് ദി എയർ അണ്ടർ ഹിസ് വിങ്സ്. ഒരു ബേർഡിനെ സംബന്ധിച്ചിടത്തോളം, when it comes to a bird, it is by natural instinct he could fly, or the bird could fly. ആ പക്ഷിക്ക് നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് പ്രകാരം പറക്കാൻ എന്തായാലും പറ്റിയിരിക്കും. അതുകൊണ്ട് തന്നെ അവന്റെ
അവന്റെ വിങ്സിന്റെ ഇടയിലൂടെ ആ ഒരു എയർ പോകുന്നത് അവന് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റി. ആൻഡ് ഹി റിയലൈസസ് ഹീസ് ഫ്ലൈങ്. ഇത്രയേ ഉള്ളൂ പറക്കാൻ എന്നുള്ളത് അവന് മനസ്സിലാക്കി. അവന്റെ ആ വിങ്സിന്റെ ഇടയിലൂടെ എയർ പോകുന്നതും ഭാരമില്ലാത്ത വിങ്സ് അത് ചിറകിട്ട് അടിക്കാനും തുടങ്ങിയ സമയത്ത് അവന് ഒരു കാര്യം മനസ്സിലായി. ഹി റിയലൈസസ് ഹി ഈസ് ഫ്ലൈങ്. അവൻ പറക്കാൻ തുടങ്ങി എന്നുള്ളത് അവൻ തന്നെ മനസ്സിലായി. ഹി സോർസ് ജോയ്ഫുള്ളി. സോർ എന്ന് വെച്ചാൽ എന്താ? ഉയർന്ന് പറക്കുന്നതിനാണ് നമ്മൾ സോർ ചെയ്യുക എന്ന് പറയാം. അങ്ങനെ ഓൾറെഡി പറക്കാൻ പഠിച്ചു. പക്ഷെ ഈ കടൽക്കാക്കകളെ സംബന്ധിച്ചിടത്തോളം, സീകളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ, അതിന് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യാനും പഠിക്കണം, അല്ലെങ്കിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനും പഠിക്കണം. ഫ്ലൈസ് നിയർ ദ സീ വിത്ത് ഹിസ് ഫാമിലി. അവൻ ആ ഒരു ഫാമിലിയുടെ ചുറ്റിലുമായിട്ട് അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ തന്നെ അവൻ പറക്കാൻ പഠിച്ചു. ആൻഡ് ട്രൈസ് ടു ലാൻഡ് ഹിസ് ലെഗ്സ് സിങ് ബട്ട് ഹി ഫ്ലോട്ട്സ്. അവന് കടലിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് അവന്റെ കാലുകൾ സിങ്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു, മുങ്ങി പോകാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അത് ഫ്ലോട്ട് ചെയ്യാനും തുടങ്ങി, അത് പൊങ്ങി കിടക്കാനും തുടങ്ങി എന്നാണ് ഇവിടെ പറയുന്നത്. ഹിസ് ഫാമിലി ഫീഡ്സ് ഹിം ഫിഷ്. ഇപ്പോഴാണ് അവന്റെ ഫാമിലി എന്ത് കൊടുത്തത്? അവന് ഫീഡ് ചെയ്യാനുള്ളത് ഭക്ഷണമൊക്കെ കൊടുത്തത്, അല്ലെങ്കിൽ ഫിഷ് ഒക്കെ കൊടുത്തത്. കാരണം ഇതുവരെ അവന് മീൻ കൊടുത്തിരുന്നെങ്കിലേ അവൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യുമായിരുന്നില്ല. അപ്പൊ അവർ ഇതുവരെയായിട്ട് ഫീഡ് ചെയ്യാതിരുന്നത് വാസ് എ ലിറ്റിൽ പുഷ് ഫോർ സക്സസ്. അവന്റെ സക്സസിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പുഷാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഥ, അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ കഥയുടെ ഒരു മോറൽ, അല്ലെങ്കിൽ ഈ കഥ നമുക്ക് കാണിച്ചു തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഫേസ് യുവർ ഫിയർ ടു ഫൈൻഡ് കറേജ്. A little push can lead to great success. Confidence grows when you take action. നമ്മൾ പേടിയെ നമ്മൾ തന്നെ അഭിമുഖീകരിക്കണം, അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഫേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കറേജ് കിട്ടുള്ളൂ, ധൈര്യം നമുക്ക് കിട്ടുള്ളൂ. ആൻഡ് ഇവിടെ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവരിവിടെ കൊടുക്കുന്നതിൽ ഒരു ലിറ്റിൽ പുഷാണ്, അവന്റെ ഗ്രേറ്റ് സക്സസിലേക്കുള്ള ഒരു ലിറ്റിൽ പുഷാണ്. അവനെ സ്കോൾഡ് ചെയ്യാനും അവനെ ത്രെറ്റൻ ചെയ്യാനും, അവനെ ഇങ്ങനെ അമ്മ വന്നിട്ട് ആ ഒരു ഔട്ട് ഓഫ് റീച്ചിൽ വന്നിട്ട് അവനെ പറ്റിച്ചതൊക്കെ അല്ലേ, അതൊരു ലിറ്റിൽ പുഷ് ആയിട്ടാണ് നമ്മൾ ഇതിൽ കഥയിൽ കാണേണ്ടത്. അതുപോലെ തന്നെ കോൺഫിഡൻസ് വളരുന്നതിലെ നമ്മൾ നമ്മുടെ ആക്ഷൻസ് എടുക്കുന്നതിലൂടെ മാത്രം, അല്ലെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ആരെങ്കിലും ആയിട്ട് മീനും കൊണ്ടുവരും, ഞാനിവിടെ കുറച്ചു കാലം കാറ്റുകൊണ്ട് ചില്ലയട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിലേ അവനവിടെ പട്ടിണി കിടന്ന് ചത്തുപോയനെ. ഇവിടെ ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് ഒരു ലിറ്റിൽ പുഷ് കിട്ടിയത് കൊണ്ടാണ് അവൻ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഈ ഒരു പറക്കാനുള്ള ഒരു ധൈര്യം, to gather the courage to fly, അത് കിട്ടിയത് ഈ ഒരു ലിറ്റിൽ പുഷിൽ നിന്നാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. ഇത്രയും പോയിന്റുകൾ മാത്രം മതി നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല. ഇനി ഓണം എക്സാമിന് വരുന്ന ബാക്കിയുള്ള ചാപ്റ്റേഴ്സും നമുക്ക് ഇതുപോലെ വളരെ കുറഞ്ഞ സമയത്ത് നമുക്ക് സമ്മറൈസ് ചെയ്തെടുക്കണം. സോ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഇത്രയും പോയിന്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.